അഞ്ചാം ക്ലാസ്സിലെ സയൻസ് പുസ്തകത്തിലെ അധ്യായം 4 വിത്തിനുള്ളിലെ ജീവൻ എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട് വിത്ത് ശേഖരണത്തിൻ്റെ ഒരു ആൽബം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി നമുക്ക് വേണ്ടത് വിത്തുകൾ ഒട്ടിക്കുവാനുള്ള കട്ടിയുള്ള ചാർട്ട് പേപ്പർ, പശ നല്ല പശയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിച്ചേരും. കടയിലൊന്നും പോയി വിത്തുകൾ വാങ്ങേണ്ട ആവശ്യമില്ല. നാട്ടിലും പുറത്തൊക്കെ ഇറങ്ങി വിത്തുകൾ ശേഖരിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ശേഖരിക്കാവുന്നതാണ്. വിത്ത് വിതരണവുമായി ബന്ധപ്പെട്ട ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് വിത്ത് ശേഖരണം നടത്തേണ്ടത്. അതായത് പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നവ, ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നവ, പക്ഷികൾ, ജന്തുക്കൾ മുതലായവയിലൂടെ വിത്ത് വിതരണം നടത്തുന്നവ, കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്നവ. ഇങ്ങനെ 4 ഇനത്തിൽപ്പെട്ട വിത്തുകളാണ് നമ്മൾ ശേഖരിക്കേണ്ടത്. ഓരോ ഇനത്തിനും ഒരു ഹെഡിങ് എഴുതി അതിൽ നമ്മൾക്ക് കിട്ടിയ വിത്തുകൾ ചാർട്ട് പേപ്പറിൽ പശ വെച്ച് ഒട്ടിച്ച് ഒരു ആൽബം പോലെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ശേഖരിച്ച വിത്തുകളെ 4ആയി തരംതിരിക്കണം. അങ്ങനെ 4ആയി തരംതിരിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ പേജിലും ഈ വിത്തുകൾ ഒട്ടിക്കേണ്ടത്. നമുക്ക് ഒന്നാമത്തെ പേജിൽ പൊട്ടിത്തെറിച്ച് വിതരണം ചെയ്യപ്പെടുന്ന വിത്തുകളാണ് ഒട്ടിക്കേണ്ടത്. അതായത് സീഡ്സ് ഡിസ്പേഴ്സ്ഡ് ത്രൂ ബേഴ്സ്ലിംഗ് ഓർ എക്സ്പ്ലോഷൻ. ആ പേജിൽ നമുക്ക് ഒട്ടിക്കേണ്ട വിത്തുകൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ശേഖരിക്കാൻ പറ്റുന്ന വിത്തുകളാണ് നമ്മൾ ഇതിനു വേണ്ടി കളക്ട് ചെയ്യേണ്ടത്. ലേഡീസ് ഫിംഗർ, ബാൾസം, റബ്ബർ ട്രീ സീഡ്സ്, ഓർക്കിഡ് എല്ലാ വിഭാഗത്തിൻ്റെയും ഒരു ചെറിയ പോഡാണ്. ആ പോഡിൽ നിന്നും ഒരു മുരിങ്ങക്കായ പോലെ ചെറിയൊരു നീളമുള്ള ഒരു 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കായാണ്. ഇത് പൊട്ടിത്തെറിച്ചിട്ട് അതിൻ്റെ വിത്തുകൾ കാറ്റിലൂടെ പറക്കുകയോ അല്ലെങ്കിൽ തെറിച്ചു പോവുകയോ ചെയ്യും. അതേപോലെ പയറ്, ബീൻസ്, കടുക്, എള്ള, ഉഴുന്ന് ഇതെല്ലാം പൊട്ടിത്തെറിക്കുന്നവയാണ്. കടുകിൻ്റെ ചെറിയൊരു പോഡാണ്. ആ പോഡ് പൊട്ടിത്തെറിച്ചിട്ടാണ് കടുക് തെറിച്ച് പോകുന്നത്. ഇതേപോലെ എള്ളിന് ചെറിയൊരു പോഡാണ്. അത് നമ്മൾ എള്ള് ചോടോടെ മുറിച്ചതിന് ശേഷം എവിടെയെങ്കിലും കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ പൊട്ടി അത് നിലത്ത് വീഴും, അതിൻ്റെ ആ എള്ള് നിലത്ത് വീഴും. ഇതേപോലെ തന്നെയാണ് ഉഴുന്നിൻ്റെയും. ഇനി നമുക്ക് അടുത്ത പേജിൽ എഴുതേണ്ട ഹെഡിങ് ജലത്തിലൂടെ, അതായത് സീഡ്സ് ഡിസ്പേഴ്സ്ഡ് ത്രൂ വാട്ടർ. അതാണ് നമ്മൾ കളക്ട് ചെയ്യുന്ന സീഡുകൾ. അതിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന സീഡുകൾ, കോക്കനട്ട് വലുതായതുകൊണ്ട് നമുക്കത് പേപ്പറിൽ ഒട്ടിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ കോക്കനട്ടിൻ്റെ ഒരു ചിത്രം വരയ്ക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ ഒട്ടിക്കുകയോ ചെയ്താൽ മതി. അതുപോലെ അരിക്കനട്ട്, അടയ്ക്ക, പഞ്ഞിമരം, അതായത് നമ്മൾ കിടക്കയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മരമുണ്ട്. ചില സ്ഥലങ്ങളിൽ അതിന് പൂളമരം എന്ന് പറയും. അതിൻ്റെ കായ ലൈറ്റ് വെയിറ്റ് ആണ്. അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതേപോലെ വാട്ടർ ലില്ലി, തേക്ക്, ഒതളങ്ങ, പുന്നക്ക, ചീര, പുല്ലുവിത്തുകൾ അധികവും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയുള്ള പുല്ലുവിത്തുകൾ അധികവും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവയാണ്. ഒതളങ്ങയും പുന്നക്കായും ഒന്നിപ്പോൾ കാണാനില്ല, മരങ്ങൾ തന്നെ നശിച്ചു പോയതുപോലെയാണ്. തേക്കിൻ്റെ സീഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നല്ല ബലമുണ്ട്, തീരെ വെയിറ്റ് ഉണ്ടാവുകയില്ല. അതാ തേക്കിൻ്റെ സീഡിൻ്റെ ഉള്ളിൽ നെല്ലിക്കയുടെ കുരു പോലെ ഒരു കുരു ആയിരിക്കും. അതിന് കവർ ചെയ്തിട്ട് സ്പോഞ്ച് പോലെ നല്ല ബലമുള്ള ഒരു ആവരണമുണ്ട്. ഞെക്കിയാലൊന്നും അറിയില്ല, അതുപോലെ കട്ടിയുണ്ട്. പക്ഷേ അതിനുള്ളിൽ ധാരാളം എയർ ഹോൾസ് ഉണ്ട്, അതുകൊണ്ട് അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. നമുക്ക് അടുത്ത പേജിൽ ഒട്ടിക്കേണ്ടത് പക്ഷികൾ, ജന്തുക്കൾ മുതലായവയിലൂടെ വിതരണം ചെയ്യപ്പെടുന്ന വിത്തുകളാണ്. സീഡ്സ് ഡിസ്പേഴ്സ്ഡ് ത്രൂ ബേർഡ്സ് ആൻഡ് അനിമൽസ്. ഇത് പക്ഷികൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പക്ഷികളുടെ മേത്ത് ഒട്ടിപ്പിടിച്ചിട്ടോ ഒക്കെ വിതരണം ചെയ്യപ്പെടുന്ന വിത്തുകളെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത്. ചില വിത്തുകളിൽ ഹുക്സ് ഉണ്ടാവും, ചിലതിൽ സ്റ്റിക്കി ഗം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒട്ടിപ്പിടിക്കും. നമ്മൾ തന്നെ നാട്ടിൻപുറത്തൂടെയൊക്കെ നടന്ന് കാട്ടിലൂടെയൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ മേത്തും കാലിലും ഡ്രസ്സിലൊക്കെ പലതരം പുല്ലിൻ്റെയും മറ്റും സീഡ്സ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ഇപ്പം ഞാൻ കോഴിക്കോട് മാങ്കാവ് പുഴയുടെ മാങ്കാവ് പാലത്തിൽ നിന്നിട്ട് ഞാൻ താഴേക്ക് നോക്കുന്ന സമയത്ത് ഒരു പുല്ലിൻ്റെ പാലത്തിലുള്ള ഒരു പുല്ലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് പറിച്ചു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ മുള്ളുകൾ എൻ്റെ കയ്യിൽ കൊണ്ടു കയറി. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ ഈ പുല്ല് ഇതിൽ ധാരാളം സ്പൈക്ക് പോലുള്ള ഒരു പാർട്സ് ഉണ്ട്. ഇത് നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ വലിച്ചാൽ കിട്ടുക പോലുമില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇത് ജന്തുക്കളുടെയും മനുഷ്യരുടെയും പക്ഷികളുടെയും ഒക്കെ മേത്ത് പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ അവരെ പറന്നു പോവുകയും പിന്നീട് എവിടെയെങ്കിലും ചെന്ന് അതൊക്കെ കൊഴിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പേജിൽ നമ്മളുടെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന വിത്തുകളും സീഡ്സുകളാണ് നമ്മളിതിൽ ഒട്ടിക്കേണ്ടത്. അതായത് കാഷ്യൂ, കശുമാവ്, ചക്കപ്പഴത്തിൻ്റെ ആ സീഡ്സ്, പപ്പായ, പേരയ്ക്ക, അതുപോലെ കാപ്പിക്കുരുവാണ്. കാപ്പിക്കുരു പഴുത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ചെമ്പോത്തെന്ന് പറയുന്ന കിളിയാണ് ഇതിൻ്റെ പ്രധാന തീറ്റക്കാരൻ. എൻ്റെ തോട്ടത്തിൽ കാപ്പിയുണ്ട്. പഴുത്ത് കഴിഞ്ഞാൽ ഈ ചെമ്പോത്ത് വന്ന് കൊത്തി അത് തീർക്കും. തിന്നിട്ട് അതിൻ്റെ ആ മാംസളമായ ഭാഗം തിന്ന് അതിൻ്റെ ആ ബീൻസ് നിലത്ത് കിടക്കുന്നുണ്ടാവും. അതേപോലെ റംബൂട്ടാൻ, തക്കാളി, മാങ്ങ, ബദാം നമുക്കറിയാം. നമ്മുടെ സ്കൂളിൻ്റെയൊക്കെ മുന്നിൽ ധാരാളം ബദാം ഇങ്ങനെ വവ്വാൽ കൊണ്ടുവന്ന് തിന്നേച്ചിട്ടിരിക്കുന്നത് കാണാം.
അതുപോലെ സ്നേഹപ്പുല്ല്, ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പുല്ലാണ്. അതുപോലെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ധാരാളം പുല്ലുകളുണ്ട്, അതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. അപ്പോൾ ഇത്തരം വിത്തുകൾ നമുക്ക് ശേഖരിക്കാൻ പറ്റുന്നത് ശേഖരിക്കുക, അതാണ് ഈ പേജിൽ ഒട്ടിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. കാറ്റിലൂടെ വിതരണം ചെയ്യപ്പെടുന്ന വിത്തുകളാണ് നമ്മൾ ഹെഡിങ് ആയിട്ട് എഴുതേണ്ടത്. സീഡ്സ് ദാറ്റ് ഫ്ലൈ ഇൻ വിൻഡ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് മുരിങ്ങക്കായ, പൂളമരം, ഓർക്കിഡ്, മഹാഗണി, അപ്പൂപ്പന്താടി, കരിമ്പ് ഇവയെല്ലാമാണ്. ഇതുകൂടാതെ നിങ്ങളുടെ പ്രദേശത്തെ ലോക്കലായിട്ട് എന്തെങ്കിലും വിത്തുകൾ കാറ്റിലൂടെ പറക്കുന്നുണ്ടെങ്കിൽ അതും ശേഖരിച്ച് ഒട്ടിക്കാവുന്നതാണ്. മുരിങ്ങക്കായുടെ വിത്ത് നമ്മൾ മുരിങ്ങക്കായൊന്നും പറിക്കാൻ പറ്റാതെ ഏറ്റവും മുകളിൽ കിടക്കുന്ന ആ മുരിങ്ങക്കായൊക്കെ മൂത്ത് ഉണങ്ങി അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വിത്തുകൾ ഇങ്ങനെ കാറ്റിലൂടെ പറന്നിങ്ങനെ വരുന്നത് കാണാൻ നല്ല രസമാണ്. അതിന് ഓരോ മുരിങ്ങക്കായ്ക്കും സീഡിനും ഒരു 3 വിങ്സ് ഉണ്ടാവും സൈഡിൽ. അത് കാറ്റിലൂടെ ഇങ്ങനെ തട്ടി ഇങ്ങനെ തെന്നി കുറച്ച് ദൂരേക്കൊക്കെ ഇങ്ങനെ പറന്ന് മാറി വീഴും. മനോഹരമായൊരു കാഴ്ചയാണ്. പൂളമരം എന്ന് പറഞ്ഞത് നമ്മൾ ഈ കിടക്കയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പഞ്ഞിമരമാണ്. ഇപ്പം ആ മരമൊന്നും ഇല്ല. അതും ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ആ പഞ്ഞിയോടുകൂടി ആ കായ ഇങ്ങനെ പറന്ന് കുറച്ച് ദൂരേക്ക് പോകും. ഇതുപോലെ ഓർക്കിഡ് പൊട്ടിത്തെറിക്കുന്നവയാണ്. അതുപോലെ ജലത്തിലൂടെയും വിതരണം ചെയ്യപ്പെടും, അതേപോലെ കാറ്റിലൂടെയും അതിൻ്റെ ആ സീഡ്സ് വിതരണം ചെയ്യും. വളരെ കനം കുറഞ്ഞ സീഡ്സുകളാണ് ഓർക്കിഡിനുള്ളത്. ഇതേപോലെ മഹാഗണി വലിയൊരു മരമാണ്. അതിലെ കായൊക്കെ വലിയ കായാണ്. പക്ഷെ അത് പൊട്ടിക്കഴിഞ്ഞാൽ അതും ഇതുപോലെ കാറ്റിലൂടെ പറക്കുകയല്ല, തെന്നി നീങ്ങി വരും. അതൊരു പരന്ന ഒരു വിത്താണ്. നടുക്കാണ് ആ വിത്തിന് സീഡുള്ളത്. അതിൻ്റെ 2 സൈഡിലേക്കും ഇങ്ങനെ നീണ്ട കനം കുറഞ്ഞ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അത് കാറ്റിൽ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും അതിങ്ങനെ തെന്നി ഇങ്ങനെ പോകും. ഇതേപോലെ അപ്പൂപ്പന്താടി നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിൻ്റെ ആ സീഡാണ് അടിയിൽ തൂങ്ങിക്കിടക്കുന്നത്. കാറ്റിലൂടെ അതിൻ്റെ ആ ഫൈബർ പോലെയുള്ള ആ സിൽക്കി ഫൈബർ ഉള്ളത് കൊണ്ട് അത് ആ കാറ്റിലൂടെ ഇങ്ങനെ പൊങ്ങി പറന്ന് ചെറിയ കാറ്റ് മതി, അത് പൊങ്ങി പറന്നങ്ങ് പോകും. ഇതേപോലെ കരിമ്പ് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ പൂങ്കുലയിൽ ധാരാളം സീഡ്സ് ഉണ്ടാവും. ആ സീഡ്സിനൊക്കെ ഇതേപോലെ ഒരു നാരുകളുണ്ട്. ഈ നാര് കാറ്റത്ത് പറന്നു പോകും. കരിമ്പിൻ്റെ വിത്ത് മുളയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കരിമ്പിന് വിത്ത് ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കരിമ്പ് അങ്ങനെ വിത്ത് മുളയ്ക്കുകയില്ല. വിത്ത് മുളയ്ക്കണമെങ്കിൽ തന്നെ നമ്മളിതൊരു ലബോറട്ടറിയിലൊക്കെ വെച്ച് അത് ട്രൈ ചെയ്താൽ മാത്രമേ കരിമ്പ് വിത്ത് മുളപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കരിമ്പിന് വിത്ത് ഉണ്ടാകുമെങ്കിലും അത് കാറ്റത്ത് പറക്കുമെങ്കിലും അത് വീണ് മുളയ്ക്കാറില്ല. ഇങ്ങനെ ശേഖരിച്ച വിത്തുകളാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി ഒട്ടിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും അതാ ഒരു ഹെഡിങ്ങിൻ്റെ അടിയിൽ തരംതിരിച്ച് എഴുതണം. സയൻസ് നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. ഒരു ഹെഡിങ്ങിൻ്റെ ചോട്ടിൽ നമ്മളത് തരംതിരിച്ച് വർഗീകരിച്ച് എഴുതാനുള്ള ഒരു ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കണം. ഇപ്പോൾ ഈ സീഡ്സ് ഞാൻ ആൽബം കാണിച്ചതിൽ കുട്ടികൾ അങ്ങനെ ചെയ്തിട്ടില്ല. അവർ കിട്ടിയ സീഡ്സൊക്കെ അങ്ങ് ഒട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇതേപോലെ വർഗീകരിച്ച് തരംതിരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ ഈ ആൽബം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.